അഭിഷേകിന് ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടായിരുന്നു. അതിലൊരാൾ എന്റെ റൂംമേറ്റ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളെ. എന്താണ് ഇവിടെ എല്ലാവർക്കും അഭിഷേകിനോട് ഇത്ര ഇഷ്ടം? ഉറപ്പായിട്ടും ഈ ആളുകളുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്ന സമയത്ത് ഒരു കലിപ്പനായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ആ കുറച്ച് കലിപ്പൊക്കെ ഉള്ള ഒരാള്, അധികം സംസാരിക്കാത്ത ഒരാള്. പക്ഷേ സീസൺ കഴിഞ്ഞ് ഇപ്പൊ ബിഗ് ബോസ് ഇത്ര നാളിന് ശേഷം അഭിഷേകിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ശരിക്കും എനിക്കങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഞാൻ നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസിൽ നിന്നത്. അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ആകെ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ കയറുന്നതിന് മുമ്പ് എന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, എന്നെ ഒരുപാട് പേർക്ക് അറിയാം, ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്കൊരു വ്യത്യാസം, അത് മാത്രമേ ഉള്ളൂ. എന്റെ ക്യാരക്ടറിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ എന്താണോ അത് തന്നെ അവിടെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എത്ര പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോ? അത് ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല, കുറെ വന്നിട്ടുണ്ട്, കുറെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആളുകൾക്ക് അറിയേണ്ടത് അഭിഷേക് സിംഗിൾ ആണോ മിംഗിൾ ആണോ? സിംഗിൾ ആണ്, പക്ഷെ ലൈഫിൽ ഞാൻ നല്ലൊരാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ റെഡി ടു മിംഗിൾ ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരാളെ കണ്ടാൽ ഓക്കെ, ഇല്ലെങ്കിൽ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടണം. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്നെ ഇഷ്ടപ്പെടണം, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവിടെ അത് വലിയൊരു പ്രൊസീജിയറാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് വെച്ചാൽ എന്റെ കരിയർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അപ്പൊ അതിന് ഒന്നാം ടൈമില്ല. കരിയറിലാണ് ഇപ്പൊ ഞാൻ മൂവീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറകെ ആയതുകൊണ്ട് എനിക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. പക്ഷെ എന്നാലും ലൈഫിൽ നല്ലൊരാൾ സപ്പോർട്ടിന് വേണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ റിസ്കി ഫാക്ടർ അത് തന്നെയാണ്. നമുക്ക് ഒരിക്കലും സിങ്ക് ആവാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ ജീവിതത്തിൽ സമാധാനം മൊത്തം പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചാടിക്കേറി ഒന്നിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ കുറച്ചൊന്നൊരു വെയിറ്റ് ചെയ്ത് ടൈം എടുത്ത് മനസ്സിലാക്കി ഒരാളെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒക്കെ ഒരു പ്രായത്തിലെ ഇപ്പൊ നമുക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് നമ്മൾ 100 വട്ടം ആലോചിക്കും, സോൾമേറ്റ് ആയിരിക്കും, പിന്നെ ഒരു മറ്റേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കല്യാണമേ വേണോ, ഇനി നമുക്ക് കല്യാണം കഴിക്കാതിരിക്കോ, ഇനി അടുത്ത തലമുറ, അങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. എങ്ങനെയാ ശരിക്കും ഒരു സോൾമേറ്റ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് കണ്ടെത്താൻ പറ്റുക? ഒന്നുമില്ല, നമ്മൾ കുറച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആ വൈബ് കിട്ടും. അപ്പൊ എന്തായാലും ഞാൻ ഈ അറേഞ്ച്ഡ് മാരേജിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ അതായത് പെട്ടെന്ന് ഒരാളെ കണ്ട് ആ ആളെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല, ആളുടെ ഹിസ്റ്ററി അറിയില്ല, ആളുടെ ക്യാരക്ടർ അറിയില്ല. ചിലപ്പോൾ നമ്മളൊന്ന് പ്രേമിക്കുമ്പോഴായിരിക്കും ഇവരുടെ ക്യാരക്ടർ ഒന്ന് മാറുന്നത്. നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുന്നതും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തമ്മിലുള്ള ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് ആയിരിക്കുമ്പോൾ ആ വൈബും എല്ലാ കാര്യങ്ങളും സെറ്റ് ആകുമ്പോൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ആൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രണയത്തിലോട്ട് പോവാം. അപ്പം നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ മനസ്സിലാവും. എന്തായാലും ആ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല, ഇത്ര നാൾ പൊസസീവ് ആയിരിക്കില്ല. ചിലപ്പം അവള് വേറൊരു ആ ചെറുക്കനെ കുറിച്ച് പറയാൻ അതെന്താ പോയി നോക്ക് നീ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഒരു പ്രണയത്തിലായി കഴിയുമ്പോൾ അവള് പറയും വേണ്ട, ആ ഒരു തോന്നൽ നമുക്ക് വരും. അപ്പൊ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു ഫ്രണ്ട്സിന് നല്ലൊരു റിലേഷൻഷിപ്പ് ആവാൻ പറ്റും. പക്ഷെ ആ നല്ലൊരു റിലേഷൻഷിപ്പ് ആവണമെങ്കിൽ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, അതും സെറ്റാണോ. എന്നിട്ട് ഈ ലൈഫ് പാർട്ട്ണർ ആവുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്തായാലും ഞാൻ കല്യാണം എന്നൊരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്തായാലും ഞാൻ അങ്ങനെ ലൈഫ് പാർട്ട്ണർ വരണമെങ്കിൽ ഇങ്ങനെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ പ്രൊസീജിയേഴ്സിൽ ഇതുവരെ എനിക്ക് ഫ്രണ്ട്സ് പോലും ആയിട്ടില്ല. കുറച്ച് നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവർ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടുകൂടിയില്ല. അപ്പൊ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് പോകണമെങ്കിൽ പോലും അവർ ആ രീതി കാണാൻ പോലും എനിക്ക് പറ്റൂല. ആ രീതിയിൽ എനിക്ക് നല്ല ഫ്രണ്ട്സ് പറയണം.